ദിലീഷ് പോത്തൻ, പ്രശാന്ത് അലക്സാണ്ടർ ഒക്കെ അഭിനയിച്ച ഒരു മലയാളം സിനിമ OTT റിലീസ് ചെയ്യുന്നത് മനസ വാച മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ആശീർവാദ് ആർട്ടയുടെ അഡ്വർടൈസ്മെന്റ് കണ്ടവർക്കറിയാം, ഞങ്ങൾ ഇത്രയും ക്വാളിറ്റിയുള്ള ഗോതമ്പ് മണികൾ ഇന്ന സ്ഥലത്ത് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണെന്നൊക്കെ പറയണ്ടല്ലോ. അതേപോലെയാണ് മനോരമ മാക്സ്. ആർക്കും വേണ്ടാത്ത ചവറ കൂട്ടാനുള്ള ഒരു മൂല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഭയങ്കര ലോ എക്സ്പെക്ടേഷനിൽ കണ്ട പടമാണ്. സ്റ്റിൽ ദിലീഷ് പോത്തൻ ആയിരുന്നു എന്നെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത്. ക്രേസി ഗോപാലൻ സിനിമ കണ്ടവർക്കറിയാം, ദിലീപ് കട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു ചീട്ട് എഴുതി വെക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഇതിൽ നമ്മുടെ ദിലീഷ് പോത്തൻ ചെയ്യുന്ന ക്യാരക്ടറാണ് ധാരാവി ദിനേശൻ. ആള് കക്കാൻ പോണതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പാട്ട് പാടും. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി. കാരണം നൈസ് ക്യാരക്ടർ, അത്യാവശ്യം കൂൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട്. അപ്പൊ ഞാൻ വെച്ചാൽ നല്ല പടമായിരിക്കും പറഞ്ഞ കണ്ട്. അപരാധം പോലും പറയാൻ പറ്റില്ല, അപരാധം തോറ്റുപോകും. കാരണം അപരാധമാണ് വെച്ചാൽ നമുക്കൊരു കോമാളി മൂഡിലൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും കണ്ടു തീർക്കാം. ഇത് ഉറക്കും. 3 ദിവസം എന്തോ ആയി കാണാൻ തുടങ്ങിയിട്ട്, ആൻഡ് ഫൈനലി ഇന്നാണ് കഴിഞ്ഞത്. അതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇനി ഞാൻ എങ്ങനെ ഉറങ്ങും? 2 മണിക്കൂർ പടമുള്ളൂ, അത് കണ്ടു തീരാൻ അത്യാവശ്യം ക്ഷമമാണെന്ന് പറയാം. എന്നാൽ അറ്റ്ലീസ്റ്റ് ഈ ധാരാവി ദിനേശൻ പറഞ്ഞ ക്യാരക്ടറെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം, അതുമില്ല. എനിക്ക് തോന്നുന്നു ദിനീഷ് പോത്തനെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ച ഒരു ക്യാരക്ടറാണെന്നാണ് മനസ്സിലാവാത്തത്. ആള് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെ കുറച്ച് ചവർ ചെയ്യാം, കുറച്ച് പൈസ ഉണ്ടാക്കാം, എന്നിട്ട് ലോ ബഡ്ജറ്റുള്ള ക്വാളിറ്റി പടങ്ങളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ക്രോർസ് ആൻഡ് ക്രോർസ് സമ്പാദിക്കാം, അങ്ങനെ വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ആക്ച്വലി ദിസ് മൂവി ഇസ് എ സ്കാം എന്നേ ഞാൻ പറയുള്ളൂ. ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ നോക്കിയാൽ അറിയാം, പ്രശാന്ത് അലക്സാണ്ടറും ദിലീഷ് പോത്തനും നെഞ്ചും മിരിച്ച് നിൽക്കണതാണ്. ആൻഡ് ഇതിൽ പ്രശാന്ത് അലക്സാണ്ടർ ലാസ്റ്റ് 5 മിനിറ്റേ വരുന്നുള്ളൂ. പിന്നെ എന്തിനാണാവോ? അല്ല അറിയാണ്ട് ചോദിക്കുകയാണ്, ആൾക്കാരെ പറ്റിക്കാനോ? ഈ വരുന്നവനും പോണവനും ഒക്കെ കയറി അഭിനയിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കാശ് കൊടുത്ത് അഭിനയിച്ചാണോ എന്ന് അറിയില്ല. ഒരൊറ്റ ഒരുത്തൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല, ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ആൻഡ് ഇതില് ശ്രീജിത്ത് രവിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. ആളൊരു പോലീസ് ഓഫീസറാണ്, ഏപ്യനായ പോലീസ് ഓഫീസർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കുറെ അനാവശ്യമായിട്ട് കാസ്റ്റിന്റെ കാര്യമൊക്കെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നാ പറഞ്ഞ നായർ, നം പറഞ്ഞ മറ്റേ നമ്പൂതിരി, പിന്നെ പൂ ഈ എന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ തമിഴ് സിനിമയുടെ സ്വഭാവം ഇവിടെ എടുക്കാൻ തുടങ്ങിയെന്ന് അറിയാത്തത്. പിന്നെ വേറൊരു ഓട്ടോക്കാരന്റെ ഒരു ലൈഫ് പറയുന്നുണ്ട്. സോ ആളുടെ എന്ന് വെച്ചാൽ എന്താണ്, പെങ്ങളോ അനിയത്തിയോ ചേച്ചിയോ എന്തോ 5 പവനും കൂടി കൊടുത്താലേ ഭർത്താവ് വീട്ടിൽ കയറ്റുള്ളൂ. ഇപ്പൊ തിണ്ണയിലാണ് കിടക്കുന്നത്. പക്ഷെ ആ തിണ്ണയിൽ കിടക്കുന്ന കൊച്ചിന് 7 കുട്ടികളുണ്ട്. ഭർത്താവിന് വേറെ ഒരു പണിയില്ലാന്ന് തോന്നുന്നു. ആളുടെ ഒരു അമിഞ്ഞ പ്രേമമുണ്ട്, ഒരു തൊലിഞ്ഞ പ്രേമം അതിന്റെ ഇടയിലുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിൽ ട്വിസ്റ്റ് പറഞ്ഞ സാധനം കൊണ്ടുവരുന്നുണ്ട്. സായികുമാർ ഒക്കെ കൊണ്ടുവരും. 1 ട്വിസ്റ്റ് ആയിരുന്നു, ലോകത്തെ 8ാമത്തെ അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കുക. സോ എനിക്ക് മനസ്സിലാവാത്ത മനോരമ മാക്സ് ഒക്കെ എന്ത് കണ്ടിട്ടാന്നാണ്. ഇത്രയും പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ, ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ കയ്യിലും മനോരമ മാക്സിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവനെ സഹായിക്കുക, അതാണ് ഇതിലും ഭേദം. സോ ഒന്ന് നോക്കുമ്പോൾ അവർ സഹായിക്കുക തന്നെ ചെയ്യുന്നത്. ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ പോലെ നാട്ടുകാരെ ഉറക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ പടം ഇറക്കുന്നത്. ഒരു ചവറ് പടം എനിക്ക് ഒട്ടും വാക്കായിട്ടില്ല. ഇപ്പൊ എല്ലാവരും വന്ന് പറയുന്നുണ്ടാവും, നിനക്ക് ഏത് സിനിമയെ പറ്റി എല്ലാത്തിനും പറ്റി കുറ്റം പറയാം. എനിക്ക് ഇഷ്ടമായ മാത്രമേ എനിക്ക് ഇഷ്ടമായി പറയാൻ പറ്റുള്ളൂ. സോ അതിനർത്ഥം ആർക്കും ഇഷ്ടാവില്ല എന്നല്ല. അവനവൻ കണ്ട് തീരുമാനിക്കുക നല്ല പടമാണോ ചീത്ത പടമാണോ എന്ന്. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. മറ്റേ വിഷ്ണു വിശാലും ആളുടെ അനിയനും കൂടിയിട്ട് ഓ എന്തൻ ബേബി പറഞ്ഞിട്ടൊരു പടം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നത്, ഞാൻ അത് കാണാൻ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ പ്രശാന്ത് അലക്സാണ്ടറും ദിലീഷ് പോത്തനൊക്കെ ഉള്ളപ്പോൾ ക്വാളിറ്റി സാധനമായിരിക്കുമല്ലോ പറഞ്ഞിട്ട് ഇരുന്ന് കണ്ടതാണ്. വല്ലാത്ത ക്വാളിറ്റിയാണ്. IMDb 8.3 ഒക്കെ റേറ്റിംഗ് കൊടുത്ത പടമാണ്. സോ IMDb റേറ്റിംഗ് ഒന്ന് നോക്കിയിട്ട് ദയവ് ഇത് പടം കാണരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ചിലപ്പോൾ അതിൽ 10 പേരായിരിക്കും OT ഉണ്ടാവുക, ചിലപ്പോൾ 5 പേരായിരിക്കും OT ഉണ്ടാവുക. IMDb 9 റേറ്റിംഗ് കൊടുത്തു, അതുകൊണ്ട് കിടിലം പടമാണ് വിചാരിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ മണ്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. സോ പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ചിലപ്പോൾ ഇഷ്ടമാവും, ചിലപ്പോൾ ഇഷ്ടാവില്ല. എനിക്ക് ഒട്ടും വർക്കായി.